ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇമ്പോർട്ടൻസും എനിക്കറിയാം. അതിൻ്റെ മെസ്സേജും നിങ്ങൾക്കറിയാം. മദേഴ്സിൻ്റെ ലവ്, കെയർ ആൻഡ് കൺസേൺ, അമ്മമാരുടെ സ്നേഹവും സംരക്ഷണവും പരിപാലനത്തെയും ക്രിസ്തീയ അന്തരീക്ഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം. അത് മദേഴ്സിനെല്ലാം കൺഗ്രാജുലേഷൻസും അപ്രിസിയേഷൻസും സഭകളിൽ നിന്ന് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ലഭിക്കുന്നതാണല്ലോ. Mothers here and everywhere receive all appreciation from the community and the church. Today is Mother's Day and I am aware of it. I praise God. ഞാൻ കൂടുതൽ സമയം വേസ്റ്റ് ആകാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. Let me enter into the word of God. 1 Corinthians chapter 15. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ഓരോ മെഡിറ്റേറ്റ് ചെയ്തിരിക്കാൻ താല്പര്യപ്പെടുന്നു. Verses 1 to 5. Let me now remind you, dear brothers and sisters, of the good news I preached to you before. You welcomed it then, and you still stand firm in it. It is this good news that saves you if you continue to believe the message I told you, unless, of course, you believed something that was never true in the first place. I passed on to you what was most important and what had also been passed on to me. Christ died for our sins, just as the scripture said. He was buried and he was raised from the dead on the third day, just as the scripture said. He was seen by Peter and then by the 12. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ പന്തീരുവർക്കും പ്രത്യക്ഷമായതിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. And in verse 5 we read that he appeared to Cephas and to the 12 according to the scriptures. അപ്പോസ്തലനെ പൗലോസ് ഗ്രഹിച്ചത് ഏൽപ്പിച്ചു തരുന്നു. Paul understood and Paul is imparting this. നമ്മൾ ഗ്രഹിച്ചത് എന്താണ്? What did we understand or receive? എന്താണ് നമ്മൾ ഇനി ഗ്രഹിക്കാനുള്ളത്? What more do we have to receive? വെരി ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്റ്റ് ആണ്. That is a very important ഞാൻ aspect. പറയുന്ന പൗലോസ് പറയുന്നത് ഞാൻ ഗ്രഹിച്ച സുവിശേഷം. Paul says the gospel I understood. എന്താണ് അതെന്തല്ല? What it is and what it is not. ഞാൻ ഗ്രഹിച്ച സുവിശേഷം ക്രിസ്മസിന്റെ ഡിസംബറിലെ ഒരു സീസണൽ സുവിശേഷമല്ല. I did not receive a seasonal gospel like for Christmas. ഈസ്റ്ററിന്റെ സമയത്ത്, ലെന്റ് സമയത്ത് സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു ലെന്റ് സുവിശേഷമല്ല. Not a suffering gospel during the time of Lent or a rejoicing in Easter. എനിക്ക് ലഭിച്ചത് രക്ഷയുടെ സുവിശേഷമാണ്. I received a gospel of salvation. രക്ഷയുടെ സുവിശേഷം This gospel of salvation. അബ്സ്ട്രാക്റ്റ് അല്ല, ഫ്രാഗ്മെന്റ് അല്ല, അത് പൂർണ്ണതയുള്ളതാണ്. അത് ചിതറിപ്പോയതല്ല, that is full. അതുകൊണ്ട് ഈ രക്ഷയുടെ സുവിശേഷം ഞാൻ ഗ്രഹിച്ചത് ഒന്നാമതായി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. So I give unto you what I received from the Lord. എന്താണ് രക്ഷയുടെ സുവിശേഷം? What is the gospel of salvation? ചിലർ ഇന്ന് കാലഘട്ടത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. Today we hear the gospel of the times. ചിലർ സയൻസിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. And some preach gospel of science. എന്നാൽ ഞങ്ങൾ രക്ഷയുടെ സുവിശേഷം ഘോഷിക്കുന്നു. But we proclaim the gospel of salvation. രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ബോഡിയുടെ മെറ്റീരിയൽ ബോഡിയുടെ സുവിശേഷമല്ല. That is not the gospel of the body. ബോഡിയുടെ റിഡംഷനെ കുറിച്ചല്ല. That is not the redemption of the body. ആത്മാവിന്റെ രക്ഷയെ കുറിച്ചാണ്. That is the salvation of your soul. ആത്മാവ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം After the salvation, ബോഡിയിൽ ജീവിക്കുമ്പോൾ, when the spirit lives in the body, ബോഡിയിലെ ഇൻഫർമിറ്റീസ് ആൻഡ് ബോഡിയിലെ കൺഫ്യൂഷൻസ് എല്ലാം ലൈഫിൽ ഉണ്ടാകും. there will be trouble in the body. എന്നാൽ അങ്ങനെയുള്ളതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് But we overcome all of that. വിശ്വാസത്തിൽ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. We grow in faith. അങ്ങനെയുള്ള സുവിശേഷമാണ് യഥാർത്ഥ സുവിശേഷം. And that gospel is the right അത് gospel. അനുസരണത്തിന്റെ സുവിശേഷമാണ്. And that is the gospel of obedience. നിങ്ങളും ഞാനും ബൈബിളിൽ നിന്ന് ലഭിക്കുന്ന സുവിശേഷം അനുസരിച്ചേ മതിയാകൂ. We need to obey the gospel what we receive from the Bible. അനുസരിക്കാത്ത സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമല്ല. Anything that we do not obey is not from God. രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, And the second verse says like this. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും, വാട്ട് വി ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വാട്ട് യു ഹാവ് റിസീവ്ഡ്, നിങ്ങളോട് അറിയിച്ചതും നിങ്ങൾ റിസീവ് ചെയ്തതും, What we told you and what you received. അത് മാത്രമല്ല നിങ്ങൾ വിശ്വസിച്ച് വൃഥാവല്ല എന്ന് വരുവാൻ. And I don't want you to go to waste what സുവിശേഷം. one is the gospel of eternal life. യേശുവിനെ സ്വീകരിച്ചാൽ When you receive Jesus Christ, ആത്മരക്ഷയും ലഭിക്കാം.
You will receive salvation of your soul, നിത്യജീവനിൽ ലഭിക്കും. and you will receive eternal life. ഇതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. This is what I want to remind you. ഒന്നേ ഞാൻ ഗ്രഹിച്ചത് നിങ്ങളെ അറിയിക്കുന്നു. One thing what I received I given to you. രണ്ട് ഞാൻ മനസ്സിലാക്കിയതും അനുഭവിച്ചതും നിങ്ങളെ ഓർപ്പിക്കുന്നു. And I remind what I experienced. ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി And Lord Jesus Christ died for our sins. തിരുവെഴുത്തുകളിൻ പ്രകാരം According to the word of God, മരിച്ചു അടക്കപ്പെട്ടു. he died and then he was raised. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. He was buried and then raised on the third day. കേഫാവിന് പിന്നെ 500 പേർക്കും പ്രത്യക്ഷനായി. He appeared to Cephas and then other 500. സുവിശേഷത്തിന് ഒരു തിരുവെഴുത്തുണ്ട്. There is a word for the gospel. സുവിശേഷത്തിന് ഒരു ബേസിക് അടിസ്ഥാനമുണ്ട്. It has a foundation. ആ ബേസിക് അടിസ്ഥാനം തിരുവെഴുത്താണ്. And that foundation is the word of God. 2000 വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമത്തിലൂടെ പ്രൊഫറ്റിക് ബുക്കുകളിലൂടെ ഹിസ്റ്റോറിക്കൽ ബുക്കുകളിലൂടെ പൊയറ്റിക്കൽ ബുക്കുകളിലൂടെ ഈ സുവിശേഷത്തിന്റെ വ്യത്യസ്തത ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. And the Lord gave us 2000 years back through the Old Testament all this gospel. അതുകൊണ്ട് തിരുവെഴുത്തുകളിൽ പ്രകാരമാണ് ഞങ്ങളുടെ സുവിശേഷം എത്തിയിരിക്കുന്നത്. So this gospel is according to that word of God. തിരുവെഴുത്തുകളിൻ പ്രകാരം ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? When you receive this gospel according to the word, പാപങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. you need to be aware of your sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി For our sins, വാട്ട് ഈസ് സിൻ ടുഡേ? ഇന്ന് എന്താണ് പാപം? what is the sin today? ഇന്ന് പാപത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന കോണ്ടെക്സ്റ്റിലാണ് ജീവിക്കുന്നത്. We live in a context that justifies sin. എന്നാൽ വേദപുസ്തകത്തിൽ പാപത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. The word of God gives great importance to sin. പാപത്തെ കഴുകിക്കളയാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. Only the blood of Christ can wash you of your sins. മനുഷ്യന്റെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പാപത്തെ മായ്ച്ചു കളയാൻ പറ്റുകയില്ല. Your friendship with the other people cannot remove your sins. മനുഷ്യന്റെ സ്കോളർഷിപ്പ് കൊണ്ട് പറ്റുകയില്ല, പാണ്ഡിത്യം കൊണ്ട് പറ്റുകയില്ല. You cannot remove sins with your knowledge. മനുഷ്യന്റെ അതോറിറ്റി കൊണ്ട്, അധികാരം കൊണ്ട് പറ്റുകയില്ല. Not with your knowledge, not with your authority. യേശുവിന്റെ അടുത്ത് രണ്ടുവിധ ചോദ്യങ്ങളുമായി രണ്ട് കൂട്ടർ കടന്നു വന്നു. Two types of people came to Jesus asking questions. ശിഷ്യന്മാർ കടന്നു വന്ന ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. The disciples' questions are all simple questions. അവർ ചോദിച്ചത് ഇങ്ങനെയാണ്: They asked like this: ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കൂടുതൽ പറഞ്ഞു തരാമോ? Can you reveal more mysteries of the word of God? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഡീമനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല? Why can't we cast out demons? ഞങ്ങൾ നിന്നെ ഒരിക്കലും തള്ളി പറയുകയില്ല. We will not ever deny you. ഇങ്ങനെ ക്രിസ്തുവിനോട് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചത് എല്ലാവരും കൂടുതലായി അറിയുവാനാണ്. All they asked was to know more. In contrary to that, അതിന് വിപരീതമായി ഔട്ട്സൈഡേഴ്സ്, ഫാരിസീസ്, സാഡുസീസ് അതുപോലെയുള്ള ലീഗൽ കമ്മ്യൂണിറ്റീസ് യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ്. However, the intention of the other communities like Pharisees and scribes was different. അവര് ചോദിച്ചത്, നിനക്ക് പാപം ക്ഷമിക്കുവാൻ ആര് അധികാരം തന്നു? They were questioning who gave you authority to forgive sins. ഹല്ലേലൂയ. Praise the Lord. അകത്തുള്ളവരുടെ ചോദ്യമല്ല വെളിയിലുള്ളവരുടേത്. The questions other outsiders asked is not the same questions as the insiders. ഇന്ന് നേരെ പാരഡൈം ഷിഫ്റ്റ് ആയി. ഇന്ന് വെളിയിലുള്ളവരുടെ ചോദ്യം അകത്തുള്ളവർ ചോദിക്കും. These days the insiders ask the same question like the outsiders. പാസ്റ്റർക്കാർ അധികാരം തന്നു. Pastor, who gave you the authority? കമ്മിറ്റിക്കാർ അധികാരം തന്നു. Who gave the authority to the committee? ഒരു പെണ്ണിനെ ഒരു സഹോദരിയെ വിളിച്ചപ്പോൾ സഹോദരിയുടെ അപ്പനും അമ്മയും കൂടെ വന്നാൽ ആരാണ് അതിന് ഉത്തരവാദി? When I call a lady, if the parents also accompany her, who is responsible? വെളിയിലുള്ളവർ ചോദിക്കേണ്ട ചോദ്യമല്ല അകത്തുള്ളവർ ചോദിക്കുക. Now all the questions, അകത്തുള്ളവർ ചോദിക്കേണ്ട ചോദ്യം വെളിയിലുള്ളവരും ചോദിക്കുക. all the questions the insiders should ask, the outsiders are asking, and vice versa. ഞാൻ വേദപുസ്തകത്തിലെ ഒരു കാര്യത്തിൽ പ്രശംസിക്കുന്നു. I rejoice in one thing in the word. എന്തെല്ലാം ആരെല്ലാം ചോദിച്ചാലും, Whatever anybody asks, വേദപുസ്തകത്തിൽ ഒരു കാര്യമുണ്ട്. the word of God says like this: സുവിശേഷകരുടെ പാദം മനോഹരമാണെന്ന്. Those who evangelize, their feet is most beautiful. അന്ത്യനാളിൽ ന്യായം വിധിക്കുവാൻ നിങ്ങളുടെ കാലിലെ പൊടി ആ വീട്ടിൽ തട്ടിയിട്ടേച്ചു പോരേന്നാ പറഞ്ഞിരിക്കുന്നത്. The word of God says, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാദത്തിലെ പൊടിയുണ്ട്, ഞാൻ അതിന് സാക്ഷ്യം ചോദിച്ചോളാം. if somebody denies you with the dust of your feet, I will question them. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതെല്ലാം ടെൻഷൻ ഉണ്ടായാലും, So whatever ഏതെല്ലാം tension, പ്രോബ്ലം ഉണ്ടായാലും, whatever problem, കർത്താവിന്റെ വേലയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ദൈവമക്കളെ
ധൈര്യത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. Oh, go with courage, those who are in the word of God. നമ്മൾ ദൈവം വിളിച്ചവരാണ്. We are called by God. ദൈവം നമ്മളെ നോക്കിക്കൊള്ളും. God will watch out us for ദൈവം us. നമ്മുടെ കാര്യങ്ങൾ നടത്തും. God ദൈവം will നമ്മൾ do our തകർന്നു stuff. പോകാൻ അനുവദിക്കുകയില്ല. He will not let us go astray. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. Two things I just ഒന്ന് said. രക്ഷയുടെ സുവിശേഷം. One is the gospel of salvation. രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നത് Second thing, തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള സുവിശേഷം. the gospel according to the word of God. തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള സുവിശേഷത്തിന് സിന്റിന് പാപത്തിന് പ്രാധാന്യം നൽകി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. And the gospel according to the word of God gives a big importance to sin. പാപം ഇന്ന് വലിയ മേജർ ഇഷ്യൂ ആണ്. Sin is a big deal these days. പാപം ദൈവസഭയ്ക്കകത്തല്ലെങ്കിൽ ദൈവമക്കളിൽ കടന്നാൽ പിന്നെ അവർക്ക് ദൈവകൃപ ഉണർവ് ഉണ്ടാകുകയില്ല. If sin enters a child of God, then they won't have any revival or life. അതുകൊണ്ട് പാപം നമ്മളിൽ ആരിലും കിടക്കാൻ പാടില്ല. So we need to be careful, it should not enter into us. ആത്മീയ ഗ്രോത്ത് ഉണ്ടാകുവാൻ പാപത്തിൽ നിന്ന് കീപ്പ് അവേ ഫ്രം ദ സിൻഫുൾ നേച്ചർ. For you to grow in the Lord, you need to keep away from sin. പാപമില്ലാത്ത പാപരഹിതമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയുവാൻ ആധാരമായിരിക്കുന്ന പ്രമാണമാണ്. Because we need to live a life without sin. പൗലോസ് ഗ്രഹിച്ച സുവിശേഷം ഇതാണ്. This is the gospel Paul understood. ഇന്ന് നമ്മൾ സുവിശേഷത്തെ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? We need to understand the gospel like the same way. ലോകത്തെയും ലോകത്തിന്റെ മോഹത്തെയും പാപത്തെയും അതിന്റെ ശക്തികളോടും പാപത്തിന്റെ പ്രമാണത്തെയും വിട്ടൊഴിഞ്ഞ് ദൈവപ്രമാണത്തിന് കൂട്ടായി നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. We need to leave the order of the world and get into the order of the Lord. നമ്മൾ സൗത്ത് ഇന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളെ പഠിച്ചാൽ When we learn about 3 or 4 states in South India, അത് പൊളിറ്റിക്സും റിലീജിയോസിറ്റിയും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. their politics and their religiosity goes in the same direction. ഞാൻ പലപ്പോഴും അത് തന്നെ റിലേറ്റ് ചെയ്ത് ചർച്ചിനെ കുറിച്ചും ചിന്തിച്ച് ഞാൻ ധ്യാനിക്കാറുണ്ട്. Sometimes I meditate about the church the same way. തമിഴ്നാട്ടിലാണെങ്കിൽ വീരാരാധനയാണ്. In Tamil Nadu, there is ഹീറോയിസം. hero worship. അമ്പലത്തിലും അത് തന്നെയാണ്, പള്ളിയിലും അത് തന്നെയാണ്, പൊളിറ്റിക്സിലും അത് തന്നെയാണ്. In the temple, in the church, or in the politics, that's the same thing. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലെ ഏതിലെ ഡീകോഡ് ചെയ്ത് അനലൈസ് ചെയ്ത് പഠിച്ചാൽ പാസ്റ്റർ വീരനാണെങ്കിൽ ആ ചർച്ചിൽ ഒത്തിരി ആളുകൾ വരും. So if the pastor is a hero, then there will be many members there. വീരാരാധനയ്ക്കാണ് അവിടുത്തെ കൾച്ചറൽ പ്രാധാന്യം. So there is a cultural importance to hero worship. കർണാടകയിലാണെങ്കിൽ പോയറ്റിക് വിസ്ഡം ലിറ്ററേച്ചറിനാണ് പ്രാധാന്യം. In Karnataka, it's about poetic wisdom and literature. ഭക്തിയോടുകൂടെ ഏത് ട്രഡീഷനും കൾച്ചറും നിലനിൽക്കുന്നു അതിനോട് പ്രാധാന്യമുണ്ട്. Any tradition with the bhakti culture has an importance there. കർണാടകയിലെ ആളുകൾ കൂടുതൽ ഭക്തരും പോയം റൈറ്റ് ചെയ്യുന്നവരും ചർച്ചസിനും അവിടെ പ്രത്യേകിച്ച് റിസൈറ്റേഷന് പ്രാധാന്യമുണ്ട്. In churches in Karnataka, there is a great importance for poetical recitation. ആന്ധ്രയിലാണെങ്കിൽ ഹീറോയിസത്തിന്റെ മറ്റൊരു രൂപമാണ്. In Andhra Pradesh, it is a different aspect of hero worship. തെലുങ്കു ദേശത്ത് മുഴുവൻ സ്റ്റോറി ടെല്ലിങ്ങും മെഗാ പിക്ചേഴ്സും മെഗാ എക്സ്പ്രഷൻസിനും വളരെ പ്രാധാന്യമുണ്ട്. Mega expressions, etc., has big importance in Andhra Pradesh. ബിക്കോസ് തെലുങ്കാനയും ആന്ധ്രയും അതുകൊണ്ടാണ് തെലുങ്കു എന്ന ഭാഷ ഉപയോഗിച്ചത്. I know that's 2 different states, that's why I use the word Telugu. Praise the Lord. Hallelujah. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ വ്യത്യാസമാണ്. In Kerala, it is a little different. കേരളത്തിൽ മൊത്തം യഥാർത്ഥവാദമാണ്, യാഥാർത്ഥ്യവാദം, റിയലിസം. In Kerala, it's realism. കേരളത്തിൽ ഡിബേറ്റും ഡിസ്കഷനും ഇല്ലാതെ ഒന്നുമില്ല. There is nothing in Kerala without debate and discussion. ചർച്ചിലാണെങ്കിൽ ഡിബേറ്റ് ഡിസ്കഷൻ, In church also, it's debate and discussion. ടിവിയിലാണെങ്കിൽ ഡിബേറ്റ് ഡിസ്കഷൻ, TV also, debate and discussion. കുടുംബത്തിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും ഡിബേറ്റ് ഡിസ്കഷൻ. In family also, husband, wife, children are debating and അപ്പൊ discussing. കേരള കോണ്ടെക്സ്റ്റിൽ എല്ലാം ഡിബേറ്റും ഡിസ്കഷനുമാണ്. In Kerala context, it's about debate and discussion. Then what is the truth out of all this? What is the truth? ഇതിനകത്തുള്ള സത്യം എന്താണ്? ഈ ഡിഫറെൻ്റ് നേച്ചറോടുകൂടി സൗത്ത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും പാർക്കുന്ന നിങ്ങൾക്കും എനിക്കും വ്യക്തമായി അറിയാം, ഈ മെൻ്റൽ സെറ്റപ്പോട് കൂടി കാര്യങ്ങൾ ചെയ്താൽ അതിന് എഫക്ടിവിറ്റി ഉണ്ട്. We who are from southern part of India, we know if we incorporate this and do something, it has some effectiveness. അതെ, നമ്മളുടെ ഇടയിൽ അതുകൊണ്ട് വീരന്മാർ വേണം. So we need heroes amongst us. നമ്മളുടെ ഇടയിൽ കുണുങ്ങുന്നവരും നണുങ്ങുന്നവരും വേണം. We need poetical people. We need യാഥാർത്ഥ്യവാദത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ വേണം. We need people who can debate and discuss. We need people. നമുക്ക് പിന്നെയും
ജ്ഞാനത്തോടും വിവേകത്തോടും ഡിറക്റ്റ് ചെയ്യുന്നവർ വേണം. We need people who can lead with knowledge and understanding. ചിലര് ഷൈയോടുകൂടി കുണുകയും ഞണുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ സഭയ്ക്കകത്ത് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ എനിക്കിഷ്ടമാണ്. Before I didn't like shy people in the church, but right now I like them. ബിക്കോസ് ഞാനിത് പഠിച്ചപ്പോൾ അതും നമുക്ക് വേണം. So we need them too. നമുക്ക് ആരെയാ വേണ്ടെന്നറിയാം? ഹലോ, Praise the Lord. അനങ്ങാപ്പാറകളായി സഭയിൽ വന്നിരിക്കുന്നവരെ വേണ്ട. We don't need one people, those who don't move in the church. Hallelujah. Hallelujah. I am not poking you. ഞാൻ നിങ്ങളെ കുത്തുമല്ല, I am just trying to motivate you. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സുവിശേഷം എന്താണ്? What is our gospel? ഈ ഓരോ സംസ്ഥാനത്തെയും കുറിച്ച് പറഞ്ഞത്, All these states I just said, ഈ ട്രൂത്ത് ഞാൻ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളുടെ സഭകളിലെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധമുണ്ട്. all these characteristics I just discussed is related to the spirituality. 89-91 ഞാൻ പഞ്ചാബിൽ പാസ്സായിരുന്ന സമയത്ത് 1891 ആ സമയത്ത് ഞാൻ പാസ്സായിരുന്ന സമയത്ത് അന്നാണ് സാങ്കുട്ടിച്ചാൻ്റെ മകളെ എൻ്റെ സഭയിൽ പെങ്ങളെ എൻ്റെ സഭയിൽ കെട്ടിച്ചത്. മകളെ ദാനിച്ചനെ കെട്ടിയത്. During that time I was in Punjab as a pastor. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് ഞാൻ മണ്ടികൊന്നള്ളിക്കൻ ബസ്സിൽ കയറിയപ്പോൾ അതിനകത്ത് 72 പേരിരിക്കാവുന്ന വണ്ടിയിൽ 72 പേരും കയറിയിരുന്നപ്പോൾ അതിലേറ്റവും ചെറിയ മനുഷ്യൻ ഞാനായിരുന്നു. When I was traveling on a bus, 72 people could sit in that bus. I was the smallest one there. അവർ രണ്ടും കൂടെ ഞെരുക്കിയാൽ ഞാൻ പപ്പടമായി പോകും. If those two guys who are sitting on each side, if they press me, I would be crushed. അവരുടെ ഇടയിൽ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ധൈര്യം വന്നത്. I got so much courage when I was working amongst them. ഭീകരന്മാരായ ആളുകൾ എന്ന് വെച്ചാൽ തടിയും മണ്ണും നീളമുള്ള. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത നിലപാടുകളിൽ സംസർഗമുണ്ടായാൽ, റിയാക്ഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ഉണ്ടായാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ കരുത്ത് വളരെ വലുതാണ്. If we get courage and strength from a variety of personalities, there is so much into it. ഭൂമിക്ക് ഒരു പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. God has given a command to the world. മനുഷ്യൻ ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. And man has a കിഴക്കിനും പടിഞ്ഞാറിനും ദൈവം ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. law. There is a law for the east and the west. അങ്ങനെ ഭൂഗുരുത്വാകർഷണ കേന്ദ്രത്തിന്, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ദൈവം കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രമാണമാണ്. Even the gravity is a law. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കോസ്മിക് സിസ്റ്റത്തെ, ഗ്ലോബൽ സിനാരിയോയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ രക്ഷകനാണ്. But we need to understand it is the Lord God who controls all the universe. രാവിലെ 7 മണിക്ക് പോയി ഒരു മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ പോയി മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് ആരെങ്കിലും സൂര്യനെ കത്തിക്കുന്നതല്ല. It is not an angel who brings the sun to light. വൈകിട്ട് 6 മണിക്ക് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് സൂര്യനെ ആരും കത്തിക്കുന്നതല്ല. No angel is switching off the sun in the evening. മകരവിളക്ക് സമയത്ത് ഫോറസ്റ്റിനകത്ത് തീ കത്തിക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ ചടങ്ങുകൾ തുടങ്ങും. In Kerala, when there are people who can light up festivities in churches. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, രക്ഷയുടെ സുവിശേഷം നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രമാണപ്രകാരം ഭൂമിയിൽ സകലത്തിനും ഒരു നാച്ചുറൽ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട്. God, the Lord has established a natural law and order system for the whole world. അത് നമ്മളുടെ ആത്മീയ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കണം. And we need to take care of it. Yeah, we have sanctity line between this worldly and other worldly. ഈ ലോകത്തിന്റെയും അതർ വേൾഡിന്റെയും ബിറ്റ്വീനിൽ ഒരു സാങ്ക്ടിറ്റി ലൈൻ ഉണ്ട്. There is a line of sanctity between this world and the other world. അത് സൂക്ഷിക്കുന്നതാണ് ഹൃദയത്തിന്റെ പരമാർത്ഥത. And that is the righteousness of the heart. രണ്ടാമത് നാം കൃപയിൽ വളരണം. We need to grow in faith. മൂന്നാമത് നാം സത്യത്തിൽ വളരണം. In truth. സത്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. And that is very important. ഇന്ന് അനേക ആളുകൾ ഒത്തിരി കള്ളം പറയുന്ന കാലഘട്ടമാണ്. Many people lie these days. അതെന്താ കാര്യം എന്നറിയാമോ? Do you know why it happens? നമ്മളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. Because they ask us questions, we are forced to lie. പിന്നെ അനേക ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടാൽ ഈ പുള്ളിക്ക് ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം എന്നായിരിക്കും.
See, we always wonder why they are asking me such questions. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന എന്നാ വന്നേ എന്നാ പോന്നെ എവിടൊക്കെ പോയി. To pastors, they ask, when did you come, when are you leaving, and where did you go? ഈ പുള്ളിക്ക് വല്ല ആവശ്യമുണ്ടോ? Do they need to ask me the questions? ഞാൻ വളരെ ഇന്റലക്ച്വലായിട്ട് എസ്കേപ്പ് ചെയ്യും. എന്താ വെച്ചാ ചോദിച്ചത്? I always escape intellectually. Why did you ask me? എനിക്കൊരു പ്രോഗ്രാം ഒപ്പിച്ചു തരാനാണോ അതോ 2 ദിവസം എന്നെ കൊണ്ടുപോയി നിർത്താനാണോ? Do you have any plans to give me a program, or do you want to host me for a couple of days? അതോടുകൂടി ചോദ്യം തീരും. So that's the time the questions end. We can close some people's questions. നമുക്ക് ചിലരുടെ ചോദ്യങ്ങളെ വായടക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. Hallelujah. നമ്മളെ കള്ളം പറയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യും? കള്ളം പറയാതിരിക്കാൻ പറ്റൂ? If we ask questions that we are supposed to lie, how can we escape that? ഞാൻ പറയുന്നത് നമ്മൾ ദൈവമക്കൾ തങ്ങളുള്ള റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ്ഫുള്ളായി അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അറിയുക. അതിലൂടെ പരമാർത്ഥത കാത്തു സൂക്ഷിപ്പാൻ കഴിയും. So let us keep mutual respect and know the truth. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഫെയ്ത്തിൽ we need to grow in faith. We need to grow in faith. നമ്മൾ വിശ്വാസത്തിൽ വളരേണ്ട ആവശ്യമാണ്. വളരണം. ഞാനതിൻ്റെ ഒരു കഥ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിൽ നിന്ന് യൂട്യൂബ് വഴി ഡിറൈവ് ചെയ്ത ഒരു സ്റ്റോറി പറയാം. Let me share a story that I got from YouTube about an American ജോർജ് president. ബുഷിന്റെ ഒരു സ്പീച്ചിൽ നിന്ന് യൂട്യൂബ് വഴി കിട്ടിയ ഒരു സ്റ്റോറി. അതെനിക്ക് വളരെ പ്രചോദനം തോന്നി. This is a story I heard from George Bush. അത് ഒത്തിരി പഴയതാണ്. very കിടപ്പുണ്ട്, old one. ഇതിനകത്ത് കിടപ്പുണ്ട്, മീഡിയ കിടപ്പുണ്ട്. അത് സ്റ്റോറി ഇങ്ങനെ പറയുന്നു. ഒരു യൗവനക്കാരൻ എത്തീസ്റ്റായിരുന്നു, നിരീശ്വരവാദി. There was a young atheist. അദ്ദേഹത്തിന് വിശ്വാസമില്ല. He doesn't have any faith. അദ്ദേഹം ഫിലോസഫേഴ്സിനോട് ചോദിച്ചു, ക്യാൻ യു ടീച്ച് മീ ഫെയ്ത്ത് ഇൻ ഗോഡ്? ഫിലോസഫേഴ്സ്. So he asked the philosophers, പിന്നെ please teach me faith. അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരോട്, ശാസ്ത്രം ഡീൽ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു, എന്നെ ക്യാൻ യു ടീച്ച് മീ ഫെയ്ത്ത് ആൻഡ് ബിലീവ് ഇൻ ലോർഡ്? Then he asked, check with the scientists, can you make me believe in the Lord? അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ആളുകളോടും പോയി ചോദിച്ചു. So he asked everybody, can you teach me? സാധാരണക്കാരോട് ചോദിച്ചു. Common people also he asked. അപ്പോൾ ആരും പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസം നിങ്ങൾ പഠിപ്പിക്കുക? So everybody is asking him, how can we teach you about faith? അത് സാധ്യമല്ല. It is impossible. വിശ്വാസം അനുഭവിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ്. That is an experiential thing you should അതിന് experience. നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വിശ്വാസം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. So if you surrender, you will experience faith. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. So we will pray for you. ഒരു ദിവസം വൈകിട്ട് ഈ ചെറുപ്പക്കാരൻ ഉച്ചകഴിഞ്ഞ സമയത്ത് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി. So one afternoon, he climbed a mountain. പെട്ടെന്നൊരു ഭൂമി കുലുക്കവും സുനാമി എല്ലാം കൂടെ ഉണ്ടായി. So suddenly there was an earthquake and a tsunami and all that. അദ്ദേഹം ബാക്കി ആളുകൾ രക്ഷപ്പെട്ടു. ഇദ്ദേഹം അതിന്റെ നടുക്കായി പോയി. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. So everybody escaped, and then suddenly he started crying out in the middle of it. ഒരു പാർട്ട് അങ്ങോട്ട് പോയി, ഒരു പാർട്ട് ഇങ്ങോട്ട് പോയി. The earth split beneath his feet, അതിന്റെ ഇടയിൽ നിന്ന് ഒരു വൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ചിൽ ചെറിയ പിടി കിട്ടി. and he got a hold of a tiny branch. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ ആര് രക്ഷിക്കും? And then he's asking, who will save me? നിങ്ങളെല്ലാവരും പറയുന്നു എന്ന് എന്നെ സ്വർഗത്തിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, there is a heaven who can save me now? ഇപ്പോൾ ആ കൊമ്പിൽ തൂങ്ങിക്കിടന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ ആർക്ക് രക്ഷിക്കുവാൻ സാധിക്കും? സ്വർഗമേ എനിക്ക് ഉത്തരം തരണം. Heaven, please answer me. ഗോഡ് ഹെവനിൽ ഉണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ രക്ഷിക്കണം, ഞാൻ വിശ്വസിക്കാം. If there is a God in heaven, please save me, and I will believe in you. അത് അപ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു അവന് ഒരു ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചു. So the Lord said, okay, I'll give him a chance. ഹെവൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ശബ്ദം ഇദ്ദേഹത്തെ കേൾപ്പിച്ചു. Heaven opened up and there was a voice. ആ ശബ്ദം ഇങ്ങനെയാണ്, And that voice was like this. ലീവ് യുവർ ഹാൻഡ്സ്. നീ കൈ വിടുക. 300 അടി 400 അടി താഴോട്ടാ. Around 300-400 feet depth. അവൻ താഴോട്ട് നോക്കി. He looked down. പേടിയായി. He is terrified. കിട്ടിയ പിടി കൂടെ വിട്ടാൽ പോയി. If I leave this branch, I am done. എന്നിട്ട് രണ്ടാമത് ചോദിക്കുക. രണ്ടാമത് Second he is again asking God. Is there any second person in heaven? Is there any second person in heaven? സ്വർഗ്ഗത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? What is your opinion? How can you save me? വേറെ ആരെങ്കിലും അവിടെ സ്വർഗ്ഗത്തിലുണ്ടെങ്കിൽ I am open for a second opinion. Then he is also asking, is there a third person in heaven? മൂന്നാമതൊരാൾ സ്വർഗ്ഗത്തിലുണ്ടോ?
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിയേക അണ്ടർസ്റ്റാൻഡിങ് ഇവന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. He understands the Trinity concept, അതുകൊണ്ട് പിന്നെയും ചോദിക്കുക, and again he is asking. അപ്പൊ സ്വർഗത്തിന്റെ വാതിലടച്ചു. So the heaven's doors closed. ഇവർക്ക് മൂന്നുപേർക്ക് ഒറ്റ വോയിസേ ഉള്ളൂ. All three had only one voice. ലീവ് യുവർ ഹാൻഡ്സ്. നിന്റെ കൈ വിടുക. റിസ്ക് എടുക്കുക. Take risk. നീ വീഴാതെ ദൈവം നോക്കിക്കൊള്ളും. God will protect you. ദിസ് ഈസ് ഫെയ്ത്ത്. അതാണ് വിശ്വാസം. ദൈവം വിടാൻ പറയുമ്പോൾ വിടുക. When God tells you to leave, you leave. നമ്മൾ നോക്കുമ്പോൾ 200-300 ഫീറ്റ് ഡൗൺ ആണ്. When we look, it is a big depth beneath your feet. ബട്ട് ഇതിനിടയ്ക്ക് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ക്രിയേറ്റർ ഗോഡിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയും? സപ്പോർട്ട് ചെയ്യാൻ കഴിയും. But the Creator God can support you if you leave your നമ്മൾ hands. മർത്തോമായി നിന്നും യാക്കോബോയിൽ നിന്നും ഹിന്ദുയിസത്തിൽ നിന്നും മറ്റ് മതങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് റിസ്ക് എടുത്തല്ലേ? We took enough risk to come out of our nominal We Christian roots. have not risked Christ for faith's sake, rather we risked our own life for the sake of Christ. നമ്മൾ യേശുവിന് വേണ്ടി ജീവൻ പണയം വെച്ചവരാണ്. യേശുവിന്റെ നാമത്തിൽ നാം വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ ഇറങ്ങി തിരിച്ചവരാണ്. We are a people who came out strongly for അതുകൊണ്ട് the നാം Lord. ധൈര്യത്തോടെ So courageously. ദൈവം ആവശ്യപ്പെടുമ്പോൾ When the Lord tells us, അത് വിട്ടേരെന്ന് പറഞ്ഞാൽ വിട്ടേക്കണം. when the Lord tells you to leave അത് something, ചെയ്യാൻ leave it. പറഞ്ഞാൽ ചെയ്യണം. When the Lord tells you, do it. Faith has its own challenge. വിശ്വാസത്തിന് വിശ്വാസത്തിന് അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. വെല്ലുവിളികളുണ്ട്. Praise the Lord. അത് ഏറ്റെടുക്കുന്നവർക്ക് ആത്മീയമായി വളരാൻ കഴിയും. Only those who take it can grow faith. ഇന്നത്തെ നമ്മുടെ സുവിശേഷം Today's gospel സീസണൽ സുവിശേഷമല്ല. is not the gospel of seasons. മോഡേൺ ട്രെൻഡിന്റെ സുവിശേഷമല്ല. It doesn't change according to the trend. ആത്മരക്ഷയുടെ സുവിശേഷം. It's the gospel of salvation. ആ ആത്മരക്ഷയുടെ സുവിശേഷം And this gospel of salvation, നാം ദിവസം തോറും ശക്തിപ്പെടുന്നെങ്കിൽ if we are strengthening it പാപമില്ലാത്തവരായി without a sin, നമുക്ക് ജീവിക്കാൻ കഴിയും. without sin we will be able to live ഹോളി ലൈഫ്, a holy life. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇന്ന് ചർച്ച് ഈസ് ഹോളി പ്ലേസ്. സഭ ഒരു സാങ്ച്വറി ഈസ് എ ഹോളി പ്ലേസ്. sanctuary is a holy place. ആ ഹോളി പ്ലേസിൽ കണ്ടംനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വിധിക്കപ്പെടുവാൻ ഇടയാകരുത്. അവിടെ ദൈവകൃപ അനുഭവിപ്പാൻ ഇടവരണം. There should be grace of God we enjoy. Hallelujah. Praise the Lord. All of you are okay?